കൂട്ടക്കുരുതികളുടെയും അടിച്ചമർത്തലിന്റെ പാരമ്പര്യമുള്ള നാടാണ് അമേരിക്ക. തലമുറകളായി കൈമാറി വന്ന അധികാര ദുർവിനിയോഗത്തിന്റെ കഥ ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും കേൾക്കാം. ഒരേ സ്വേച്ഛാധിപത്യ പ്രവണതയിലുള്ള അധികാരികൾ മാറി മാറി ഭരണം നടത്തിയപ്പോഴെല്ലാം അമേരിക്കയിലെ അടിച്ചമർത്തൽ നയങ്ങൾ സ്വേച്ഛാധിപത്യത്തിന്റെ മറ്റൊരു മുഖമായി എഴുതപ്പെട്ടു. അമേരിക്കൻ ഐക്യനാടുകളുടെ മാത്രം അന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോരുന്ന അമേരിക്കയ്ക്ക് മറ്റു രാജ്യങ്ങളും അമേരിക്കയുടെ വരുതിയിലാക്കണമെന്ന ആഗ്രഹം ഇപ്പോഴുമുണ്ട്. തങ്ങളുടെ കാൽച്ചുവട്ടിലേക്ക് എല്ലാവരും എത്തിക്കുക എന്നതാണ് അമേരിക്കൻ നയങ്ങൾ. എന്നാൽ ഓരോ വഴിയിലൂടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന അമേരിക്കൻ ഭരണാധികാരികളിൽ നിന്നും വളരെ വ്യത്യസ്തരാണ് നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മനസ്സിൽ ഒരുപാട് ലക്ഷ്യങ്ങളും പ്ലാനുകളുമൊക്കെ ആയിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് 2 തവണ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയത്. ആദ്യ ടൈമിൽ പദ്ധതികളൊന്നും അത്ര കണ്ട് ബലവത്താക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലെങ്കിലും ഡബിൾ സ്ട്രോങ്ങിലാണ് ഇപ്പോൾ വരവ്. ഇത്തവണ ട്രംപിന്റെ തീരുമാനങ്ങളെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ശതകോടീശ്വരനും ടെസ്ല സിഇഒയുമായ ഇലോൺ മസ്കിന്റെ വരവ്. അതും വെറും വരവൊന്നുമല്ല. പ്രസിഡന്റിന്റെ മുഖ്യ ഉപദേഷ്ടാവും ഗവൺമെന്റിന്റെ എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ മേൽനോട്ടം വഹിക്കുന്ന ആളുമാണ് മസ്ക്. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് വേദികളിലേക്ക് വന്ന പോലെ തന്നെ ട്രംപ് തിരികെ പോകുമെന്നാണ് പലരും കരുതിയിരുന്നത്. എന്നാൽ അമേരിക്ക അത്രയും കാലം കണ്ട ഭരണക്രമങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് രാജ്യത്തെ മുൻനിരയിലേക്ക് എത്തിക്കാനുള്ള തന്ത്രങ്ങളായിരുന്നു ട്രംപിന്. അതും യുദ്ധതന്ത്രങ്ങളല്ല, പകരം നല്ല അസൽ ബിസിനസ് കുതന്ത്രങ്ങൾ. അതിന് പറ്റിയ ആളാണ് ഇപ്പോൾ കൂടെ കൂട്ടിയിരിക്കുന്നതെന്ന് സംശയമൊന്നുമില്ല. നിർമ്മാണ മേഖലയിൽ വിജയം കണ്ട വ്യവസായിയായ ഫ്രെഡ് ട്രംപിന്റെ 5 മക്കളിൽ 4ാമനായ ട്രംപിന് പിതാവിന്റെ അതേ വ്യവസായ ബുദ്ധിയാണ് ലഭിച്ചത്. തന്റെ നിലപാടുകളെ പണ്ടേ പ്രകടിപ്പിച്ചിരുന്ന ആളാണ് ട്രംപ്. 2nd ഗ്രേഡിൽ പഠിക്കുമ്പോൾ സംഗീത അധ്യാപകന് സംഗീതം അറിയില്ലെന്ന് പറഞ്ഞ് ഇടിച്ച് പരിക്കേൽപ്പിച്ച ഒരു കഥയുണ്ട് ട്രംപിന്. പഠനമൊക്കെ കഴിഞ്ഞ ശേഷം തന്റെ വഴിയാണ് ബിസിനസ് തന്നെയാണെന്ന് തിരഞ്ഞെടുക്കുകയായിരുന്നു. അതിനായുള്ള തേരോട്ടങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട്. 2006 സ്വന്തം പേരിൽ വോഡ്ക പുറത്തിറക്കി. പക്ഷേ മോശം പ്രതികരണത്തെ തുടർന്ന് 2011 നിർമ്മാണം നിർത്തി. 4 തവണ ട്രംപിന്റെ സ്ഥാപനങ്ങൾ പാപ്പരായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. 2017 അമേരിക്കയുടെ 45ാമത് പ്രസിഡന്റായി അരങ്ങേറ്റം കുറിച്ച ട്രംപ് പക്ഷെ തുടക്കത്തിലെ അത്ര നല്ല പോരാളിയായിരുന്നില്ല. ആരോപണങ്ങളും ആക്ഷേപങ്ങളും കുന്നുകൂടിയപ്പോൾ പക്ഷെ കൈവന്ന സൗഭാഗ്യം വിട്ടുപോകാതിരിക്കാൻ ട്രംപ് ആകുന്നത് ശ്രമിച്ചു. പ്രസിഡന്റായി അരങ്ങേറ്റം കുറിച്ച നാളുകളിൽ അമേരിക്ക കണ്ട ഏറ്റവും മോശം പ്രസിഡന്റായിരുന്നു ട്രംപ്. അമേരിക്കയിൽ 2 തവണ ഇംപീച്ച് ചെയ്യപ്പെട്ട ആദ്യ പ്രസിഡന്റും ട്രംപ് തന്നെയാണ്. 40ലധികം ലൈംഗികാതിക്രമ ആരോപണങ്ങൾ, 450 മില്യൺ പിഴ ചുമത്തപ്പെട്ട ടാക്സ് വെട്ടിപ്പുകൾ, പോൺ നടിക്ക് പണം കൊടുത്ത് ഇലക്ഷൻ അട്ടിമറിക്ക് ശ്രമം, അങ്ങനെ നീളുന്ന കേസുകൾ. ചരിത്രത്തിൽ ആദ്യമായി ക്രിമിനൽ കുറ്റം നേരിട്ട ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റും എന്ന ക്രെഡിറ്റും മറ്റാർക്കുമില്ല. ട്രംപ് എടുത്ത പല തീരുമാനങ്ങളും അമേരിക്കക്കാരെ നന്നെ പ്രകോപിപ്പിച്ചിരുന്നു. വംശീയതയ്ക്കും കുടിയേറ്റ വിരുദ്ധതയ്ക്കും ഒരാൾ രൂപമുണ്ടെങ്കിൽ അത് ട്രംപാണെന്ന് നിസ്സംശയം പറയാം. ട്രാൻസ്ജെൻഡറുകൾക്ക് മേൽ കരുതി വെച്ചിരുന്ന വിലക്കുകളെല്ലാം ട്രംപ് 2ാം വരവിൽ കൃത്യമായി നടപ്പിലാക്കി. എന്തിനേറെ, ഒരു സ്ത്രീയുടെ വ്യക്തി സ്വാതന്ത്ര്യമായ ഗർഭചിത്രം വരെ ഇന്ന് 7 അമേരിക്കൻ സ്റ്റേറ്റുകളിൽ നിയമവിരുദ്ധമാണ്. കുടിയേറ്റക്കാരെ മൃഗങ്ങളോട് ഉപമിച്ച ട്രംപ് ഇന്ത്യയിൽ നിന്നടക്കമുള്ള കുടിയേറ്റക്കാരെ നാട് കടത്തിയതും മനുഷ്യത്വരഹിതമായ രീതിയിലാണ്. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച് ട്രംപിന് പൂർണ്ണ പിന്തുണ നൽകിയ ആളാണ് ഇലോൺ മസ്കും. ഉപദേശകൻ എന്ന തന്റെ കർത്തവ്യം കൃത്യമായി തന്നെയാണ് മസ്ക് നിർവഹിക്കുന്നത്. ട്രംപിന് വേദമോദി തന്റെ ബിസിനസ് താല്പര്യങ്ങൾക്കുള്ള ഒരു വേദിയായി അമേരിക്കയെ മാറ്റാനുള്ള കിടഞ്ഞ പരിശ്രമത്തിലാണ് മസ്ക് എന്ന് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം.